ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നതായിട്ട് ഹൂദ് നബിയുടെ മക്ബറ കാണാൻ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ ഐൻ സഹലൂത്ത് എന്ന് പറഞ്ഞൊരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളക്ക പോലൊരു സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമ്മൾ ഹൂദ് നബിയുടെ മക്ബറ കാണാൻ പോയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു ഈവനിങ് ടൈമായി കാരണം ഈ ടൈമിൽ വീഡിയോസിനൊക്കെ ഭയങ്കര ഒരു ക്ലാരിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ആകാശമൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കണ്ടത് കേട്ടോ. ഒരു സൈഡിൽ മലകളും മുകളിലെ ആകാശം, നമ്മളൊരു സീനറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഖരീഫ് ടൈം ആണെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന മരങ്ങളൊക്കെ നല്ല പച്ച കളറായിരിക്കും. ഇപ്പോൾ പച്ചയും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു ഗ്രീനറി, നല്ലൊരു എന്താ പറയുക, സീനറിയൊക്കെ പോലെ നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പം നമ്മൾ സഹൽനൂത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന്. ഇത് ഖരീഫിൻ്റെ ടൈമിൽ ഇതിനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വരുന്ന ടൈമാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ ആളുകൾ കുളിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന മലകളിലെ കല്ലുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല പല ഷേപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. കുറേ ആനിമൽസിൻ്റെ ഷേപ്പാണ് അധികം കാണാൻ പറ്റുക. ആനയുടെ കാല്, അങ്ങനെയൊക്കെ ഓരോരോ രൂപങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രൂപങ്ങളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം. ആ ഒരു വെള്ളം, എന്താ പറയുക, കവിതയും കഥയൊക്കെ എഴുതാൻ പറ്റുന്നവർക്ക് നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലേസും. പിന്നെ അവിടെ നമുക്ക് അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല, അധികമൊന്നും ഇല്ലല്ലോ കാണാൻ. കുറച്ച് വെള്ളം കെട്ടി നിൽക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം മീനുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം കണ്ടു. അതിന് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, നമ്മൾ എടുക്കാൻ മറന്നുപോയി. കുബൂസ് സാധാരണ നമ്മൾ വന്നിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ അന്ന് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഹൂദ് നബിയുടെ അവിടേക്കാണ്. ഹൂദ് നബിക്ക് പോണ ആ വഴികളും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഒഴിഞ്ഞ് കിടക്കുന്ന മലകളാണ് കേട്ടോ കാണാൻ പറ്റുന്നില്ലേ. നല്ല രസമില്ലേ കാണാൻ. അതും ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൈമും ഒക്കെ ആകുമ്പോൾ നല്ല ഒന്നും കൂടി ഭംഗി കൂടുന്നുണ്ട് അതിന്. ഈ ഹൂദ് നബിയുടെ അടുത്ത് പോണ വഴികൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. രണ്ട് സൈഡും മലകളാണ്, നടുവിലൂടെ റോഡ്. അതും ഇങ്ങനെ എന്താ പറയുക, വിചിരമായ റോഡ് എന്ന് പറയില്ലേ, അങ്ങനെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് കാണിച്ചു കേട്ടോ. ഉപ്പ പറയുന്നു കേട്ടോ, ഇവിടെ നബിമാരുടെ മക്ബറകളൊക്കെ അധികം ജബലിൻ്റെ മുകളിലാണല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അയ്യൂബ് നബിയുടെ മക്ബറ, ഇപ്പോൾ ഇതാ ഹൂദ് നബിയുടെ മക്ബറ. ഇനി ഇമ്രാൻ നബി അങ്ങനെയൊക്കെ കാണാണ്ട്, അതൊക്കെ നമുക്ക് താഴെയാണ് കേട്ടോ കാണുന്നത്. ഇത് രണ്ടെണ്ണം ജബലിൻ്റെ മുകളിലാണ്. ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ വിചാരിക്കും നല്ല ചൂടൊക്കെ കുറഞ്ഞ് കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ആവുന്നുള്ളത്. പക്ഷേ പുറത്തൊന്നും നമുക്ക് ഇറങ്ങാൻ വയ്യ കേട്ടോ. ഈ ടൈം ആയപ്പോഴും നല്ല ചൂട് തന്നെയായിരുന്നു, പുറത്തൊന്നും തീരെ ഇറങ്ങാൻ വയ്യാത്ത ചൂടായിരുന്നു. പക്ഷേ ഹൂദ് നബിയുടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് വന്നുകൊണ്ടായിരിക്കാം ചൂട് അല്പം കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും പറയുമായിരുന്നു അതിനുള്ള നല്ലൊരു തണുപ്പായിരുന്നു, ചൂടൊക്കെ അത്യാവശ്യം കുറവായിരുന്നുള്ളത്. അപ്പോൾ ഇത് കണ്ട ഒട്ടകങ്ങളെ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ. അവരെ കെട്ടി നിർത്തുന്ന സ്ഥലങ്ങൾ. ഈ ടൈമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുക. അവരൊക്കെ വന്ന് അവരെ രാവിലെ അവരെ വഴിക്ക് വിടും, വൈകിട്ട് അവരെ കൂട്ടിലാക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരാളും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഹൂദ് നബിയുടെ മക്ബറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് കുറച്ച് നേരം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വിചിരമായ സ്ഥലം തന്നെയാണ് കേട്ടോ ഹൂദ് നബിയുടെ മക്ബറയിൽ നിൽക്കുന്ന സ്ഥലം. അങ്ങനെ അവിടെ വീടുകളൊന്നുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ കാണാനൊക്കെ വരാറുണ്ട് അങ്ങോട്ട്. അപ്പം നമ്മൾ പോയത് വീക്കെൻഡിലൊന്നുമല്ല, അല്ലാത്തൊരു ടൈമിലായ കാരണം ആൾക്കാരൊന്നും അധികം ഇല്ല. വീക്കെൻഡാണെന്ന് വെച്ചെങ്കിൽ ആളുകളൊക്കെ വരാറുണ്ട് കേട്ടോ ഇവിടെ.
ആ കാണുന്നതിൻ്റെ അകത്താണ് കേട്ടോ മക്കബറ ഉള്ളത്. അപ്പോൾ അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, പുറത്തുനിന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് തുറന്നിട്ട് അതിനകത്തേക്ക് കയറാൻ പറ്റും. നമ്മൾ പോകുമ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഹൗദ് നബിയുടെ മക്ബറ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ചൂടിന് അത്യാവശ്യം കുറവുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ജബലിലെ അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ കയറി വന്നല്ലോ, അതുകൊണ്ടായിരിക്കും നല്ല കുറവുണ്ടായിരുന്നു ചൂടിന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് മുകളിൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടന്നിട്ട് ഒക്കെയും ഉപ്പൊക്കെ വണ്ടിയിൽ അങ്ങോട്ട് പോയി ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് നടന്നിട്ട് അവിടെ കുറച്ച് നേരം പോയിട്ട് അവിടെ ഇരുന്നു. കുറച്ചധികം നേരം ഇരുന്ന് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഗ്രാൻഡ് മോളിൽ പോയതും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് മോളിൽ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചിടുമ്പോൾ ലോങ് വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.